പറഞ്ഞ് നമുക്ക് എൻ്റെ കുട്ടിൻ്റെ കൈ പോയി. അതിനുള്ള ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റുകാർ തന്നെ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. കാരണം ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന് അന്ന് കഴിയുന്നവരാണ് ഞങ്ങൾ, വാടക വീട്ടിലിരിക്കുന്നവർ. നമുക്കിപ്പോൾ വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളത് കാശ് നമ്മുടെ കയ്യിലില്ല. ഗവൺമെൻറ്റുകാർ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തൊക്കെ തരണം. സംഘടന പറയുന്നത് 24-ന് നിങ്ങൾ കുട്ടികളെ ആശുപത്രിയിൽ പോയി പിന്നെ അതിനുശേഷം 30-ാം തീയതിയാണ് അല്ല 25-ാം തീയതി 24-ന് കൊണ്ടുപോയി കാണിച്ചു. അതിനുശേഷം 25-ാം തീയതി പോയി പിറ്റേ ദിവസം പോയി. പക്ഷേ ഈ സംഘടന പറയുന്നത് നിങ്ങൾ 30-ന് മാത്രമാണ് ആശുപത്രിയിൽ എത്തിയത്. അല്ല ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒ പി ടിക്കറ്റേ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഈ പഴുപ്പ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിയുണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും കാര്യമില്ല, അതിലങ്ങനെ വെച്ച് കെട്ടിയതാണ് അവർ. ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ചോര വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു മുറിന്ന്. അപ്പോൾ അവർ കുറച്ച് ഓലമേനും വെച്ച് പിന്നെ പ്ലാസ്റ്റർ അങ്ങനെ ഇട്ടതാണ്. കുട്ടിക്ക് ഇൻഫെക്ഷൻ കുറച്ചുണ്ട്, കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ICU തന്നെയാണ്. പരാതി മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക്. ഈ കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും പിന്നീട് ആരെങ്കിലും കാണുകയോ പറയുകയോ നേതാക്കളൊക്കെ ഒന്ന് കണ്ടിരുന്നു. എന്താ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അതിനുള്ള സഹായങ്ങൾ എന്തായാലും ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആരെങ്കിലും സമീപിക്കുന്നുണ്ടോ? പോലീസിലോ അതല്ലെങ്കിൽ മറ്റാരോഗ്യ വകുപ്പിലോ സമീപിക്കുന്നുണ്ടോ? ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നോ, വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അന്വേഷിച്ചത്? അവർ പറഞ്ഞു നമുക്ക് ചെയ്യാം, നമ്മൾ അവിടേക്ക് 2 പേരിനെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ഇവിടേക്കല്ല, പാലക്കാട്ടിൽ നമ്മളെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് 2 പേരിനെ. എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 പേരിനെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറയുന്നത് ഇപ്പോൾ അതിലൊന്നും ഒരു ഇതില്ല, ഇത് സാഹചര്യം കൊണ്ട് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. RDO അങ്ങനെ അവരാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഡോക്ടർമാരെ പിന്തുണക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് വന്നിട്ടുള്ളത്. അതെ, അവർ തെറ്റ് ചെയ്താലും അവരിനെ ഇപ്പോൾ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുള്ളൂ. ഹോസ്പിറ്റലുകാർ അവരിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ചോദിക്കാനും പറയാൻ ആരും ഒന്നും ഇല്ല. ഇപ്പം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ടായിരുന്നു, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനും പറയാനില്ല അവർക്ക്. അവർ വലിയ ഉദ്യോഗസ്ഥരല്ലേ, ജോലിയൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അവരിൻ്റെ പ്രൊട്ടക്ഷനെ നോക്കുള്ളൂ, അവൻ്റെ ഹോസ്പിറ്റലിലുള്ള പ്രൊട്ടക്ഷനെ നോക്കുകയുള്ളൂ. കാരണം അവൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് മോശമല്ലേ, ഉദ്യോഗസ്ഥർക്ക് മോശമല്ലേ. അതുകൊണ്ട് അവർ നമ്മളുടെ മേലിൽ തെറ്റ് പറയുള്ളൂ. എന്തായാലും ശാസ്ത്രീയമായ പരിശോധന ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ കൊടുത്തിരിക്കുന്ന ക്ലെയിം ഷീറ്റിൽ. ഇല്ല അവർ നമ്മൾ പോയപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം വേദനിച്ചിട്ട് അവൾ അവിടെ തന്നെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നത്. ഡോക്ടർ വരുമ്പോട്ട് ഡോക്ടർ അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു പ്ലാസ്റ്റർ എക്സ്റേ എടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ 2 എല്ല് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അവർ വേഗം ഇതിട്ട് ഒരു ഓയിൽമെൻ്റായി മുറി തേച്ചിട്ടുണ്ടായിരുന്നു. മുറി തേച്ചിട്ടാണ് പിന്നെ പ്ലാസ്റ്റർ ഇട്ടത്. പിന്നെ പ്ലാസ്റ്റർ ഇട്ട് 2ാം പ്രാവശ്യം പോയി നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മുട്ടാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല മുട്ടിയിട്ടുണ്ട്, വേഗം റെഡിയാവും എന്നൊക്കെ പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു. ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവൾക്ക് നല്ലോണം വേദന ഉണ്ട്. ഇവള് ഇത്ര ദിവസം വരെ ഉറങ്ങിയിട്ടില്ല. ഈ കൈ മുറിക്കുന്ന ദിവസം വരെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്താണ് ഈ 30-ാം തീയതി കൈ മുറിച്ചിട്ടാണ് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ചെങ്കിലും ഉറങ്ങിയതാണ്. അതുവരെ ഈ 24 തൊട്ട് 30-ാം തീയതി വരെ ഉറങ്ങിയിട്ടേ ഇല്ല. എണിക്കുക നടക്കുക എന്താണെന്ന് ചോദിച്ചാൽ അമ്മ എനിക്ക് കൈയൊക്കെ ഉഴിഞ്ഞു കൊടുത്താലും വേദന പോകണില്ല. ഞങ്ങൾ പറഞ്ഞു 25-ാം തീയതി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേദനയുണ്ട്, കുറച്ച് വീക്കമുണ്ട്, കൈ നമുക്ക് വിരലുകൾ ഇങ്ങനെ ആക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ആക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഇത്തിരി ആക്കിയാൽ മതി പറഞ്ഞു. ഞാൻ ആക്കുമ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയണു പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, എല്ല് 2 പൊട്ടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരോഗ്യ വകുപ്പിൽ ഇതിൽ ഇങ്ങനെ ഒരു ഡോക്ടർമാരെ തന്നെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് നീതി, എൻ്റെ മകൾക്ക് എന്നല്ല
ഇപ്പം നാളെ ആരാണെങ്കിലും പോയാൽ അവർക്കൊരു നീതി വേണ്ടേ ഇപ്പം എൻ്റെ മകൾക്കൊരു നീതി കിട്ടിയിരിക്കണം അങ്ങനെയാണ്